CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. ധാക്കയിലെ സെൻട്രൽ ഓഫീസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CJP പ്രക്ഷോഭത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഇത്തരത്തിലൊരു കലാപ നീക്കം നടത്തുകയാണ് പാറ്റ പാർട്ടി. എങ്ങനെ ഇരിക്കണം? ഓട്ടിച്ചിട്ട് പണ കോണിക്ക് ജോലി. ആ ഒരു പാറ്റ പാർട്ടിക്ക് ഇപ്പോൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗം നേരിടുന്ന അത്രയും കൊടും ക്രൂരതകളെല്ലാം നടത്തുന്ന അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. തനിക്ക് വേറൊന്നും കിട്ടിയില്ലേ? എന്തുദ്ദേശിച്ച് ഇറങ്ങിയിരിക്കണേ? അത്രത്തോളം ഭാരതീയരെ വെറുക്കുന്ന ആ ഒരു വിഭാഗം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ആ ഒരു സംഘർഷത്തെ, ആ ഒരു കലാപ നീക്കത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയാണ്. അത് ശരിയാ, പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. ധാക്കയിലെ സെൻട്രൽ ഓഫീസ് പുറപ്പെടുവിച്ച ആ ഒരു പ്രസ്താവന ജനം TV കാണിക്കുന്നുണ്ട്. പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾക്ക് കടിച്ച പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഉപാധികളില്ലാത്ത പിന്തുണ നൽകുന്നു. അതുപോലെ തന്നെ മുന്നേറ്റത്തിന് ശക്തമായ ഇത്തരം മുന്നേറ്റങ്ങളെ അഭിനന്ദിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലുള്ള സ്വാഭാവികമായ പരാമർശങ്ങളൊക്കെ അതിലുണ്ടെങ്കിലും ഇത്രയും നിർണായകമായൊരു പരാമർശം ഈ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തീർച്ചയായും നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെയുള്ള പല സംശയങ്ങളും ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വഴിവെക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തോ കൈയുണ്ട്. ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ഒരു പിന്തുണ ഈ പ്രക്ഷോഭത്തിന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനെ അതീവ ഗൗരവമുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചില വിദേശ ശക്തികളുടെ പിന്തുണയോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒരല്പം മട്ടുണ്ടല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ വല്ലപ്പോഴും ജിമ്മിൽ പോകുന്നതിന് പകരം ഇത്തരം എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ചെയ്യുമ്പോൾ മാത്രമേ ശരീരം അനങ്ങത്തുള്ളൂ. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും. നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. സമരത്തിൽ അക്രമം നടത്താനും എത്തിയ ആരായാലും ചെല്ലും. അപ്പൊ എന്തായാലും ഇത് രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരമാണ്. ജയിലിൽ കിടന്ന് മൂട്ടകടി കൊണ്ട് കൊതുകടി കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവായി ഭാവിയിലും ആ വർഷങ്ങളായി തുന്നി വെച്ചിരിക്കുന്ന ഒരു കുപ്പായമുണ്ടല്ലോ, അത് എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതിലൂടെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗതി പിടിക്കാത്തവനെ പ്രാഗിട്ടെന്താ കാര്യം? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകളുത്താൽ അതും തണലാക്കുന്നവനാ താൻ. MA ബേബി CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. പുള്ളി എന്തൊക്കെയോ പറയുന്നു. അവസാനം പറഞ്ഞത് രാധാഷാവാ പോവാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല, മറ്റവന്മാരെ കൈകാര്യം ചെയ്യും. കിട്ടിയ ഓട്ടോറിക്ഷയില് ബേബി പോയി. ബേബി സ്ഥലം വിട്ടു. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ? എനിക്കാരെ ഒന്നും ബോധിപ്പിക്കണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്നോണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്.